ഇരു ചിറകുകൾ ഒരുമയിലായാലാണ് ഒരു പക്ഷിക്ക് പറക്കാനാവും. അത്രയുമാണത്. ഇത് നമുക്കൊരു സംവരണ സീറ്റിലോ അല്ലെങ്കിൽ ഒരു പാർശ്വവൽക്കരണത്തിലോ സാവിത്രി രാജീവൻ അടുക്കളയിൽ തേങ്ങ ചെയ്യുന്ന വീട്ടുപകരണങ്ങൾ വിശേഷിപ്പിച്ചതിൽ ഒന്നും വനിത മാറി നിൽക്കുന്നില്ല. നമുക്കറിയാം, ഇത് തുല്യമായ ഇടങ്ങളിൽ പൊതു ഇടങ്ങളും അവളുടേത് കൂടിയാണ്. രാത്രിക്കും അവൾക്ക് അവകാശമുണ്ട്. പൊതുനിരത്തുകളിലും അവൾ നിർഭയമായി സഞ്ചരിക്കണം എന്നുള്ള വലിയ കാഴ്ചപ്പാടിൽ നമ്മുടെ സമൂഹ മനസാക്ഷി ആ രീതിയിലേക്ക് എത്തുമ്പോൾ, വീട്ടിൽ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഒക്കെ നമുക്കറിയാം, ആൺകുട്ടിയെന്നും പെൺകുട്ടിയെന്നും ഭേദമില്ലാതെ ഇന്നലെ സിവിൽ സർവീസില് മികച്ച റാങ്കുകാരിയായ ശ്രീജയും അച്ഛനും കൂടി ആ വീട് പെയിന്റ് അടിച്ചത് നമ്മൾ വായിച്ചു, നമ്മൾ കണ്ടു ചാനലുകളിലൊക്കെ. ഒരുമിച്ച് നിശ്ചയദാർഢ്യത്തോടുകൂടി കടന്നു വരുന്ന പെൺകുട്ടികൾ അടുക്കള ജോലി മുതൽ പ്രധാനമന്ത്രി പദം വരെ എല്ലാം ഇഷ്ടമായി കാണുമ്പോൾ നമ്മുടെ പെൺകുട്ടികളൊന്നും പിന്നോക്കമുള്ളവരല്ല. ഇവിടെ തിരിച്ചറിയേണ്ടത് കുട്ടികൾക്കുള്ള ആ കഴിവിനെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വിദ്യാലയത്തിലെ പ്രഥമ അധ്യാപിക എന്ന നിലയിൽ സ്കൂൾ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ നിശ്ചയമായും ഓരോ ഡിവിഷനിലും വ്യത്യസ്തമായ ഒരു ഡിവിഷനിൽ നിന്ന് ആൺകുട്ടിയാണെങ്കിൽ ഒരു ഡിവിഷനിൽ നിന്ന് പെൺകുട്ടികൾ കടന്നു വരുന്ന സിസ്റ്റത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വിദ്യാലയമാണ് ഞങ്ങളുടേത്. നമ്മുടെ പെൺകുട്ടികൾ മുന്നോട്ട് കടന്നു വരണമെങ്കിൽ നമ്മൾ അവരെ കുടുംബത്തിൽ തന്നെ അതിനുള്ള പരിശീലനങ്ങൾ കൊടുക്കണം. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയട്ടെ, 3 പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് കടന്നു വന്ന എനിക്ക് ഇവിടെ നിൽക്കാൻ ഇങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളെ വളർത്തിയ പിതാവ് ഞങ്ങൾക്ക് തന്ന ആ ഒരു ശക്തിയാണ്. പൊതുവിടങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ സംഘടനാ പ്രസ്ഥാനങ്ങളിലുള്ള സജീവ സാന്നിധ്യം, ചർച്ചകളിലുള്ള ഇടപെടലുകൾ, ഇതൊക്കെ നമ്മുടെ പെൺകുട്ടികളുടേത് കൂടിയാകുമ്പോൾ അവരുടെ ആശയങ്ങൾ ഉള്ളിൽ നിൽക്കാതെ പുറത്തേക്ക് വരും. വിവാഹം എന്നൊരു 4 ചരടിൽ മാത്രം എരിഞ്ഞു തീരാനുള്ളതല്ല. അവരുടെ കാഴ്ചപ്പാടിനെ കണ്ടറിയാൻ നമുക്ക് കഴിയട്ടെ. ഷാഹിന ഈക്കയുടെ ചിത്രകാരി എന്ന കഥയില് ഫിസ എന്നൊരു കഥാപാത്രമുണ്ട്. മിടുക്കിയായ ചിത്രകാരിയായ ആ കലാകാരി ഹാഫിസ് എന്ന യുവാവിന്റെ ഭാര്യയായി കഴിഞ്ഞപ്പോൾ അവളുടെ ആ കഴിവിനെ അയാൾ തൊട്ടറിയാതെ, നിനക്ക് ചുക്കപ്പം ഉണ്ടാക്കാൻ അറിയാമോ, നിനക്ക് ബിരിയാണി കഴിക്കാൻ അറിയാമോ, നല്ല ചായ ഇടാൻ അറിയാമോ എന്നൊക്കെ ചോദ്യത്തിന് മുന്നിൽ അവളെ തറച്ചിട്ടുകൊണ്ട് ഒടുവിൽ അവളുടെ ക്യാൻവാസിൽ അവളുടെ ബ്രഷിനെ തട്ടിത്തെറിപ്പിക്കുന്ന ഹാഫിസിൽ ഹിസ എന്ന മൂടൽമഞ്ഞ്, ഹിസ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മൂടൽമഞ്ഞ്, ഹിസ എന്ന പെൺകുട്ടി, ആ ചിത്രകാരി അവിടെ എരിഞ്ഞു തീരുന്നത് നമ്മൾ കാണുന്നു. ഇവിടെ ഷാഹിനയിലേക്ക് നമ്മുടെ മുന്നിലേക്ക് തൊടുത്തുവിടുന്ന ചില ആശയങ്ങളുണ്ട്. കുരിപ്പുഴ മാഷിന്റെ പെണ്ണെഴുത്ത് എന്ന നഗ്ന കവിതയിൽ നമ്മൾ കാണുന്നുണ്ട്, ചേട്ടാ ഞാൻ ഇന്നൊരു ചെടി നട്ടു എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ അയാൾ ആ ചെടിയുടെ തടം നനയ്ക്കുകയും, ചേട്ടാ ഞാൻ ഇന്നൊരു കറി വെച്ചു എന്ന് പറയുമ്പോൾ അയാൾ അവളെ അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ, ചേട്ടാ ഞാൻ ഇന്നൊരു കഥ എഴുതി എന്ന് പറഞ്ഞപ്പോൾ ആ വീട്ടിൽ ഒരു സ്റ്റൗ പൊട്ടിത്തെറിച്ചതായി കുരിപ്പുഴ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ കുട്ടികളെ കാണാനും അറിയാനും കഴിയണം. അത് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് അവരിൽ നിന്ന് തന്നെയാണ്. ഈ കുട്ടികൾക്ക് തന്നെ അവരാരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അഭിമാനിച്ച കുടുംബത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവിടെ ആരും കൈപിടിച്ചുയർത്തേണ്ടവരല്ല. നമ്മുടെ പെൺകുട്ടികളെ കൈപിടിച്ചുയർത്തേണ്ടവരല്ല, അവർ സ്വയം ഉയരേണ്ടവരാണ്. അതിനുള്ള ഇച്ഛാശക്തി, ആർജവും ഒക്കെ ഈ തലമുറയ്ക്ക് പകരാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ മൈതാനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒപ്പം മുൻപ് പല പ്രാവശ്യം അവതരിപ്പിച്ചതാണ്, എങ്കിൽ പോലും ആദ്യം സാഹിത്യ വേദിയിൽ കഴിഞ്ഞില്ല. ജയകുമാർ സാർ എപ്പോഴും പറയുന്നത് ഇന്നും കടന്നു വരാതിരിക്കുന്ന എങ്കിലും നിശബ്ദരാക്കപ്പെടുന്നവർ എന്ന ഒരു കൊച്ചു കവിതയിലെ ഏതാനും വരികൾ ഈ വനിതാതലത്തിൽ അവതരിപ്പിക്കട്ടെ. നിശബ്ദരാക്കപ്പെടുന്നവർ, പിടിതെടുത്ത നാവുകളിൽ കലഹത്തിന്റെ മുദ്രകളല്ല, പാതി പറഞ്ഞു നിർത്തിയ സത്യത്തിന്റെ വേരുകൾ, തീന്മേശകളിലെ എച്ചിൽ കഷണങ്ങളുടെ രുചിഭേദങ്ങൾ, രൂപക്കൂടുകൾക്ക് മുന്നിൽ പൊള്ളിയിടന്ന കണ്ണുനീരിന്റെ ഉപ്പുരസം, ഉയർന്നു കാണ കാൽപാദങ്ങൾക്കടിയിൽ വിറങ്ങലിച്ച ബാല്യത്തിന്റെ വ്യക്തതകൾ, ചൂണ്ടുവിരലിന്റെ അഗ്രത്തിൽ ഉറഞ്ഞുപോയ പുഞ്ചിരി, തുളച്ചു കയറിയ നോട്ടങ്ങൾ പകർന്ന നെഞ്ചിടിപ്പ്, നിശബ്ദമാക്കപ്പെടുമ്പോൾ ഏതോ ഉരുൾപൊട്ടലിന്റെ കണ്ണാഴങ്ങൾ രൂപപ്പെടുന്നു. നിശബ്ദമാക്കപ്പെടുമ്പോൾ ഏതോ ഉരുൾപൊട്ടലിന്റെ കണ്ണാഴങ്ങൾ രൂപപ്പെടുന്നു. ആ ഉരുൾപൊട്ടലിന്റെ കണ്ണാഴങ്ങളെ നമുക്ക് കണ്ടറിയാനായിട്ട് കഴിയട്ടെ. ഈ വനിതാ ദിനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി.